മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സിബിഐ. ഡൽഹി കോടതിയുടെ അനുമതിയോടെയാണ് അറസ്റ്റ്. അതേസമയം വിചാരണ കോടതി നൽകിയ ജാമ്യം ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തതിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി പിൻവലിച്ചു. രാകേഷ് ശരിയാണ്. രാകേഷ്, ED കേസിൽ അറസ്റ്റിലാണ്, ജയിലിലാണ് കെജ്രിവാൾ. തൊട്ടു പിന്നാലെയാണ് സിബിഐയുടെ നടപടി. കുരുക്ക് മുറുകുകയാണോ കെജ്രിവാളിന്? രഞ്ജിത്ത്, CBI അറസ്റ്റിനുള്ള നീക്കം കഴിഞ്ഞ ദിവസം തുടങ്ങിയതാണ്. ഇപ്പോൾ ഏതായാലും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഇന്നലെ തിഹാർ ജയിലിലെത്തി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തിരുന്നു CBI. കാരണം നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി EDക്ക് പുറമെ CBI കൂടി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കേസിൽ ആദ്യം കെജ്രിവാളിനെതിരെ അന്വേഷണം തുടങ്ങുന്നത് CBI ആണ്. ആദ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചും CBI ആണ്. ഒരു തവണ കെജ്രിവാൾ CBI മുമ്പാകെ ഹാജരായതുമാണ്. പക്ഷേ അതിനുശേഷം തുടർച്ചയായി ED കേസിലാണ് കെജ്രിവാൾ ഹാജരാകാതിരുന്നതും കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിക്കുകയും ചെയ്തു. ഇപ്പോൾ CBI കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് റോസ് അവന്യൂ കോടതി നേരത്തെ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു. കഴിഞ്ഞ 20-ാം തീയതിയാണ് ജാമ്യം അനുവദിച്ചത്. തൊട്ട് പിന്നാലെയാണ് ED ഡൽഹി ഹൈക്കോടതിയിൽ പോയി അതിന് താൽക്കാലിക സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഏതായാലും ഹൈക്കോടതി വിധി ഇന്നലെ വന്നിരിക്കുന്നു. അതിൽ കെജ്രിവാളിനെ സംബന്ധിച്ച തിരിച്ചടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന അപേക്ഷ കൂടി കെജ്രിവാൾ പിൻവലിച്ചിരിക്കുകയാണ്. പകരം പുതിയ അപേക്ഷ നൽകിയതിനുള്ള തീരുമാനമാണ് കെജ്രിവാളിന്റെ അഭിഭാഷകർ കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും CBI ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം, കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് എന്നാണ് CBI അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ 4 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു, 17 കുറ്റവാളികളെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്. അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന വാദം CBI ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല 44 കോടി രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ഗോവ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ രീതിയിൽ പണം ഒഴുകിയിട്ടുണ്ട് എന്ന വാദം തന്നെയാണ് CBI മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ EDയുടെയും വാദം സമാനമായ വാദം തന്നെയായിരുന്നു. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മദ്യനയത്തിന്റെ പണം ഉപയോഗിച്ചു. അതിന് സമാനമായ വാദം CBI കൂടി ഉന്നയിച്ചിരിക്കുകയാണ്. ഏതായാലും ഇനി പുതുക്കിയ അപേക്ഷ ഉടൻ തന്നെ നൽകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ അഭിഭാഷകർ. രഞ്ജിത്ത്, ഇപ്പോൾ കെജ്രിവാൾ പുതുക്കിയ അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നു. നേരത്തെ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണമുണ്ട്. EDയുടെ നീക്കത്തിന് പിറകെ CBI ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിൽ ഇവർ കാണുന്നൊരു അപകടമുണ്ട്. അല്പസമയം മുമ്പ് വന്ന വാർത്ത, തന്റെ BP കുറയുന്നു, തന്നെ ആശുപത്രിയിലാക്കണമെന്നൊക്കെയുള്ള കെജ്രിവാളിന്റെ വാദങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ആരോഗ്യ പ്രശ്നങ്ങൾ കെജ്രിവാൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ഓരോ തലത്തിലും ഈ വിഷയത്തെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുമ്പോഴും കുരുക്കുകൾ കൂടുതൽ മുറുകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഏത് തലത്തിലേക്ക് എത്തിക്കാനാണ് സാധ്യത? രഞ്ജിത്ത്, ഇതിൽ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന വിഷയം, കാരണം സുപ്രീം കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുകയാണെങ്കിൽ ഉറപ്പായും ജാമ്യം ലഭിക്കുമായിരുന്നു എന്ന വാദമാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം നേരത്തെ ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്ത നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അന്ന് സുപ്രീം കോടതിക്കെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഡൽഹി ഹൈക്കോടതിയുടെ നടപടിക്കെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ അതിലൊരു തീർപ്പ് കൽപ്പിക്കാത്ത സാഹചര്യം അന്ന് ഇടപെടാതിരിക്കുകയും ഇന്ന് ഹർജി പരിഗണിക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി. അതായത് താൽക്കാലിക സ്റ്റേ ആയിരുന്നെങ്കിൽ പോലും അതിൽ ഉത്തരവ് വന്നിരിക്കുന്നു ഡൽഹി ഹൈക്കോടതിയുടെ. മാത്രവുമല്ല CBI കൂടി ഇപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പുതുക്കിയ അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുന്നത്. മനു അഭിഷേക് സിംഗ്വിയാണ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ. ഏതായാലും ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കെജ്രിവാളിനെ ഏത് വിധേനയും പുറത്തിറങ്ങാതിരിക്കാൻ അനുവദിക്കുക. അതിനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്നു. നേരത്തെ ED കേസിൽ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ പുറത്തിറങ്ങുമെന്നായപ്പോൾ CBI ഉപയോഗിച്ച് വേട്ടയാടുന്നു. ഈ വാദമാണ് ഏതായാലും ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിലും അത്തരമുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ശക്തമാക്കാനുള്ള തീരുമാനവും ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. രഞ്ജിത്ത്, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന് കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CBIയും കെജ്രിവാളിന്റെ അറസ്റ്റ് EDക്ക് ശേഷം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്.